നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഫുട്ബോൾ ആരാധകർക്ക് വലിയൊരു സർപ്രൈസിനുള്ള വകയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. അതങ്ങ് സൗദിയിൽ തന്നെയാണ്. ഏറെ അനിശ്ചിതങ്ങൾക്കൊടുവിലായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി ക്ലബ് അൽ നാസറുമായി കരാറിൽ ഏർപ്പെട്ട വാർത്ത പുറത്തു വന്നത്. പരസ്യ അടക്കം $200 മില്യൺ വാർഷിക വരുമാനത്തോടെ 2.5 വർഷത്തേക്കാണ് ക്രിസ്ത്യാനോയുടെ കരാർ സൗദി ക്ലബ് അൽ നാസർ സ്വന്തമാക്കിയത്. റെക്കോർഡ് പ്രതിഫലം സ്വന്തമാക്കി ക്ലബിന്റെ ഭാഗമായ റൊണാൾഡോയെ കുറിച്ചുള്ള വാർത്തകളാണ് മാധ്യമങ്ങളിലെ സ്പോർട്സ് പേജുകളിൽ നിറയെ. എന്നാൽ ഫുട്ബോൾ ആരാധകരുടെ ചങ്കടിപ്പായ ലയണൽ മെസ്സി സൗദി ക്ലബിലേക്ക് വന്നാലോ? ഒരിക്കലും നടക്കില്ല എന്ന് ചിന്തിക്കാനൊക്കെ വരട്ടെ. റൊണാൾഡോ ചേർന്ന ക്ലബായ അൽ നസറിന്റെ ഏറ്റവും വലിയ എതിരാളിയാണ് അൽ ഹിലാൽ എന്ന സൗദി ക്ലബ്. ഇവർ മെസ്സിയെ കൊണ്ടുവരാൻ താല്പര്യം പ്രകടിപ്പിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അൽ നസർ ക്ലബ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ സ്വന്തമാക്കിയതിന് പിന്നാലെയാണ് മെസ്സിയുടെ സൗദി വരവ് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ലയണൽ മെസ്സിയുടെ പിതാവ് ജോർജ് അൽ ഹിലാലുമായി ചർച്ച നടത്താൻ റിയാദിലെത്തിയതായാണ് സൂചന. രാജ്യത്തെ പ്രമുഖ ക്ലബായ അൽ ഹിലാലുമായുള്ള കരാർ സംബന്ധിച്ച ചർച്ചകൾക്കായാണ് അദ്ദേഹം എത്തിയത് എന്നാണ് വിവരം. ലോക ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകയ്ക്കുള്ള കരാറാണ് ചർച്ചയിലുള്ളത്. ഹിലാൽ മെസ്സിക്ക് ഒരു സീസണിൽ $300 മില്യൺ, ഏകദേശം 2445 കോടി രൂപ ബ്ലോക്ക് ബസ്റ്റർ ഡീൽ വാഗ്ദാനം ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്നാൽ ഇതിൽ സ്ഥിരീകരണം ഒന്നും തന്നെ വന്നിട്ടില്ല. നേരത്തെ തന്നെ അൽ ഹിലാൽ ക്ലബ്ബ് മെസ്സിയുടെ പിതാവുമായി ചർച്ച നടത്തിയെന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണ്. അൽ ഹിലാൽ ക്ലബ്ബ് ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഈ നീക്കം യാഥാർത്ഥ്യമായാൽ മെസ്സിയും റൊണാൾഡോയും തമ്മിലുള്ള പോരാട്ടം സൗദിയിലും നമുക്ക് കാണാൻ സാധിക്കും. മെസ്സി കരാറിന് സമ്മതം മൂളിയാൽ ക്രിസ്ത്യാനോയുടെ പേരിലുള്ള ഉയർന്ന തുകയുടെ റെക്കോർഡ് അർജന്റീന നായകൻ സ്വന്തമാക്കും. ഫുട്ബോൾ ആരാധകരെ മുഴുവൻ ഞെട്ടിച്ചാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ യൂറോപ്പിൽ നിന്നും സൗദി അറേബ്യയിലേക്ക് ചേക്കേറിയത്. ഇതോടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന ഫുട്ബോൾ താരമായും റൊണാൾഡോ മാറിയിരുന്നു. പ്രതിവർഷം ഏകദേശം €200 മില്യൺ മുകളിൽ പ്രതിഫലം നൽകിയാണ് അൽ നസർ പോർച്ചുഗീസ് നായകനായ റൊണാൾഡോയെ തട്ടകത്തിലെത്തിച്ചത്. റൊണാൾഡോയ്ക്ക് ഏറെ ആരാധകർ മലയാളികൾക്കിടയിലുണ്ട്. ജനുവരി 21 മർസൂൽ പാർക്കിൽ അൽ ഇത്തിഫാഖ് ക്ലബിനെതിരെ നടക്കുന്ന കളിയിൽ ക്ലബിന് വേണ്ടി റൊണാൾഡോ കളത്തിലിറങ്ങുകയാണ്. സൗദി അറേബ്യയിൽ റൊണാൾഡോ കളിക്കാൻ എത്തുന്നതോടെ പ്രിയ താരത്തിന്റെ കളി നേരിട്ട് കാണാനാകുന്നതിന്റെ സന്തോഷത്തിലാണ് അവിടെയുള്ള പ്രവാസികൾ. ക്രിസ്ത്യാനോ റൊണാൾഡോ അടുത്ത സീസണിൽ ഇംഗ്ലീഷ് ക്ലബായ ന്യൂകാസിൽ യുണൈറ്റഡ് FC-ക്ക് ലോൺ വ്യവസ്ഥയിൽ കളിക്കുമെന്ന മാർക്ക റിപ്പോർട്ട് ചെയ്ത വാർത്ത അൽ നസർ ക്ലബ്ബ് തള്ളിയിരുന്നു. അടിസ്ഥാനരഹിതമായ വാർത്തയാണ് ഇതെന്ന് അൽ നസർ ESPN-നോട് വെളിപ്പെടുത്തിയിരുന്നു. 2.5 വർഷ കരാറിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ നസറിൽ എത്തിയത് എന്നും ഇക്കാലയളവിനുള്ളിൽ ഒരു ടീമിന് വേണ്ടിയും ലോൺ വ്യവസ്ഥയിൽ കളിക്കുമെന്ന കരാറിൽ ധാരണയില്ലെന്നും അൽ നസർ വ്യക്തമാക്കുകയായിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.